ലിസബത്ത് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ആണ്. ഫ്രഞ്ച് ഫ്രൈസ് പോലെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു ഫ്രൈ ആണിത്. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കുറേ സമയം വെച്ചിരുന്നാലും തന്നെ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറയാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 250 ഗ്രാം പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് ഈ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വെന്തലിഞ്ഞു പോകണമെന്നില്ല, ഒന്ന് മാഷ് ചെയ്യണം. ആ രീതിയിൽ അത്രയൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. കംപ്ലീറ്റ് വെള്ളം പോകണം. അതിനുശേഷം നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതൊന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടപ്പ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ 8 ഒന്ന് കട്ട് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് അകത്തിയ നടുക്കൊരു ഹോള് പോലെ ഇതുപോലെ വരണം. ഇനി ഈ പൊട്ടറ്റോ നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്ത പൊട്ടറ്റോയിലേക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. മൊത്തം ഇതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ വേണം. അതിനുശേഷം കുറച്ച് സ്പ്രിംഗ് അനിയൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതൊരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ വരെ ഇടാം സ്പ്രിംഗ് അനിയൻ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് നല്ലതുപോലെ ചോപ്പ് ചെയ്ത്. ഇതെല്ലാം നല്ലോണം ചോപ്പ് ചെയ്തായിരിക്കണം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചേർക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യാൻ എപ്പോഴും നല്ലത് കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലൊക്കെയാണ് കേട്ടോ. വെളിച്ചെണ്ണയിലും ഒന്നും കൂടെ ടേസ്റ്റ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ അതായിരിക്കും നല്ലത്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്ത്. പിന്നെ കുറച്ച് ഉപ്പ്. നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ കുറച്ച് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വല്ലാതെ ഇങ്ങനെ അങ്ങ് കുഴക്കരുത്. കൈ വെച്ചിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടല്ലോ, അതിൽ 3 ടേബിൾ സ്പൂൺ ആദ്യം ഇട്ടു. ബാക്കി ഇരിക്കുന്ന 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം ആ കോൺഫ്ലോറിൻ്റെ ഒരു കോട്ടിങ് അതിൽ വേണം. ഇനി ഇത് കൈവച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്യണം, നീളത്തിലൊന്ന്. കാരണം ഈ ബോട്ടിലിനകത്തേക്ക് നമുക്കിത് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൊട്ടറ്റോ നമുക്ക് ഈ ബോട്ടിലിനകത്തേക്കൊന്ന് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് ബോട്ടിൽ നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി വലിപ്പമുള്ളൊരു പാത്രം വേണം. ഞാനിവിടെ എടുക്കുന്ന വലിയൊരു കട്ടിംഗ് ബോർഡാണ്. ആ കട്ടിംഗ് ബോർഡിൽ കുറച്ച് ഓയിൽ ഞാൻ തൂത്തിട്ടുണ്ട്. കാരണം ഇത് ഷേപ്പ് ചെയ്ത് നമ്മൾ അതിലേക്കാണ് വയ്ക്കുന്നത്. അത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ എല്ലാം ഷേപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷമാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ച് കട്ടിയുള്ള ഒരു ബോട്ടിലാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും കേട്ടോ. ഇത് തീരെ ബലമില്ലാത്തൊരു ബോട്ടിലാണ്. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു പാടായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷേപ്പിലുണ്ടാക്കുന്നത്. ഇതേ രീതിയിൽ വേറെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ചില കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ ഞാൻ ഏകദേശം ഇവിടെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. അപ്പം നമ്മളെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാൻ പോകാവുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാനായിട്ട് വെക്കണം കേട്ടോ. ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്കത് ഫ്രൈ ചെയ്യാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ നല്ലതുപോലെ ചൂടായിരിക്കണം. നല്ല ചൂടായ ഓയിലിലേക്ക് മാത്രമേ ഇത് ഇടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇട്ടതിന് ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇടുക. എന്നിട്ട് മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പം ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇത് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് തൊടുമ്പോൾ അറിയാം ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. ആ സമയത്ത് നമുക്ക്
ഇത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇത് കോരുകയാണ്. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പം എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നോക്കിക്കേ, ഇതെന്ത് ക്രിസ്പിയാണെന്ന് നോക്ക്. അതിൻ്റെ സൗണ്ട് തന്നെ കേട്ടില്ലേ? ഇത് കുറേ സമയം ഇതുപോലെ തന്നെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിക്കില്ലേ, അതിനേലും ടേസ്റ്റാണിത്, അതിനേലും ക്രിസ്പിയാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓയിലിൻ്റെ ഒരു ചൂട്, നല്ല ചൂടായ ഓയിലിലേക്ക് മാത്രമേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.